ചൈന നിങ്ങൾ കണ്ടതല്ല, നിങ്ങൾ അറിഞ്ഞതുമല്ല, പുറം ലോകത്തിന്റെ പുറം കണ്ണുകൊണ്ട് കാണുന്നതല്ല ചൈന. അതെ, കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അമേരിക്ക എങ്ങനെയാണ് ഇത്രയും വലിയൊരു സൂപ്പർ പവർ ആയി എന്നുള്ള വീഡിയോ. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അവസാനിപ്പിച്ച കാര്യമാണ്, ചൈന അമേരിക്കയെ ബീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമാണ്, ഒരു സൂപ്പർ പവർ ആവാൻ ഉള്ള കഴിവുകൾ ഉള്ള രാഷ്ട്രമാണ്, ഒരു ടെക്നോളജിക്കൽ ജയന്റ് ആണ് എന്നുള്ള കാര്യം. എന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൈനയെ ഇങ്ങനെ ആക്കിയത്? ഇപ്പോഴുള്ള ചൈനയാക്കിയത് എന്താണ്? ആ കഥ, ആ ചരിത്രത്തിന്റെ താളുകളിലെ ദീനരോധനങ്ങളുടെ കഥ, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കൂടെ തന്നെ നമ്മൾ പറയും എന്തൊക്കെയാണ് ചൈനയ്ക്ക് ഇനിയും മെച്ചം വരുത്തേണ്ടത്, എന്തൊക്കെ പ്രതിസന്ധികളാണ് ചൈന ഒരു സൂപ്പർ പവർ ആകുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ പുറകോട്ട് തള്ളി നിർത്തുന്നത്. അതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ വലിയൊരു വിശദീകരണമാണ് നമ്മൾ നൽകാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് 90% കൂടുതലും പ്രോവർട്ടി റേറ്റിൽ നിന്നിരുന്ന ഈ രാഷ്ട്രം ഇന്നത്തെ ഈ നിലയിൽ എത്താൻ കാരണം എന്താണ് അതിനെ പ്രചോദനമാക്കിയത്? അതായത് അന്നത്തെ ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്നും ആ ഒരു ക്ഷാമത്തിൽ നിന്നും ഇന്നത്തെ ഈ ടെക്നോളജിക്കൽ ജയന്റ് ആയുള്ള ചൈനയുടെ യാത്രയ്ക്ക് കൂടുതൽ പോഷകങ്ങളായത് എന്താണ്? പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, ചൈന അന്നത്തെ കാലത്ത് ഏകദേശം 2% മാത്രമായിരുന്നു ഗ്ലോബൽ GDP-യിൽ നമ്മുടെ ചൈനയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അത് ഏകദേശം 18%-ത്തേക്കാൾ കൂടുതലായി നിൽക്കുന്നു. എങ്ങനെ ഇത് സാധ്യമായി? അല്ലാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണ്. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ എക്കോണമി, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നിൽക്കുന്നത് ചൈനയാണ്. അതായത് 2ാം സ്ഥാനമാണ് ചൈനയ്ക്ക് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂഷനിലും എക്കണോമിക്കലി ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കുന്ന രാഷ്ട്രത്തിന്റെ ശ്രേണിയിലുമെല്ലാം. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ 4ാം സ്ഥാനത്താണ് ചൈന നിൽക്കുന്നത്. അതേപോലെ തന്നെ പോപ്പുലേഷന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്തും. 2ാം സ്ഥാനം? അതെ, നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. 2024 റിപ്പോർട്ട് പ്രകാരം നമ്മൾ തന്നെയാണ് 1ാം സ്ഥാനത്ത്. അതായത് നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് പോപ്പുലേഷന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത്. എങ്ങനെ ചൈനയെ നമ്മൾ വെട്ടിച്ചു, എങ്ങനെ ചൈന പോപ്പുലേഷനിൽ കുറഞ്ഞു വന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പുറകെ പറയുന്നതാണ്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ് ബട്ട് പാസ്റ്റ് ഈസ് പ്രഷ്യസ് എന്നാണല്ലോ. ആയതിനാൽ തന്നെ നമുക്ക് പണ്ടത്തെ കാലത്ത് നിന്ന് ഇങ്ങോട്ട് കിടക്കാം. അതെ, സത്യത്തിൽ അത്രയും പണ്ടത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനൊരു മുഖവുരിയായിട്ട് പറഞ്ഞുതരാം. ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ചൈനയും ഇന്ത്യയൊക്കെ ഒരുപാട് കാലം മുമ്പ്, അതായത് 14, 15, 16 നൂറ്റാണ്ടൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ അന്നൊക്കെ നമ്മൾ നിൽക്കുന്നത് വേറൊരു ലെവലിലാണ്. ഇവിടുത്തെ സാമ്രാജ്യങ്ങളും എല്ലാം വളരെ ശക്തമായുള്ള സാമ്രാജ്യങ്ങളായിരുന്നു. യൂറോപ്യന്മാരൊക്കെ അപ്പോഴും ശൈശവത്തിൽ നിൽക്കുന്ന കാലമാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയൊക്കെ ആയിരുന്നു ലോകത്തിന്റെ പ്രൗഢിയായി, ശക്തിയുടെ കേന്ദ്രമായി, മഹാവിസ്ഫോടനമായി നിന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്, അന്നത്തെ കാലത്തുള്ള ചൈനക്കാർ കോമ്പസ് കണ്ടുപിടിച്ചു, വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ ഇങ്ക് ടെക്നോളജി കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ പേപ്പർ കണ്ടുപിടിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നാൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന പാസ്റ്റ്, അതായത് ഇത്രയും കാലം മുമ്പോട്ടുള്ളതല്ല, അത് കഴിഞ്ഞുള്ളതാണ്. ഇവിടെയാണ് ചൈനയെ യഥാർത്ഥമായി സൃഷ്ടിക്കുന്നത്. കാരണം അന്ന് കിട്ടിയ ഹൈപ്പ് ഉണ്ടല്ലോ, പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആ സാമ്രാജ്യത്തിലെ ശക്തിയും അതിൽ നിന്ന് കിട്ടിയ വെൽത്തും സമ്പാദ്യവും കാര്യങ്ങളും എല്ലാം പിന്നീട് പോവുകയാണ്. തീർച്ചയായും യൂറോപ്യൻസ് കാരണം തന്നെ. അതെ, കൊളോണിയലിസം ഇന്ത്യയിൽ നടന്ന പോലെയല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൊളോണിയലിസം അല്ല ചൈനയിൽ നടന്നത്. അതായത് യൂറോപ്യന്മാര് തന്നെയായിരുന്നു. ഇവര് ചെയ്തത് വേറൊന്നുമല്ല, ഓപ്പിയം ട്രേഡ്. നമ്മൾ കേട്ടുള്ള പഠിക്കണ കറുപ്പിന്റേത് അവരെ അഡിക്റ്റ് ആക്കി, അങ്ങനെ കൂടുതൽ അവിടുത്തെ ജനതയുടെ ഓരോ മെന്റൽ സ്റ്റേറ്റ് തന്നെ ഇവർ വഷളാക്കുകയാണ്. കൂടെ തന്നെ കൂടുതൽ ഓരോരോ പോളിസികളിലും ഓരോരോ ഉടമ്പടികളിലും ഒപ്പുവെപ്പിക്കുന്നു. അതായത് കൂടുതൽ യൂറോപ്യന്മാരെ ഫേവർ ചെയ്യുന്ന ടൈപ്പിൽ, അവർക്ക് കച്ചവടം നടത്താൻ പറ്റുന്ന ടൈപ്പിൽ. കാരണം നമുക്കറിയാം, ചൈനയിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, വലിയ വിസ്തൃതമായ ഒരു ഭൂമിയാണ്. അവിടുന്ന് ഒരുപാട് മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. അതിനെയൊക്കെ തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ എല്ലായിടത്തും കാണിക്കുന്നത് പോലെയുള്ള സ്ഥിരം കല ഇവിടെയും ആവർത്തിച്ചു എന്ന് മാത്രം. 1839 തൊട്ട് 1949 വരെയായിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിനെ ചൈനക്കാര് പറയുന്നത് സെഞ്ചുറി ഓഫ് ഹ്യൂമിലിയേഷൻ എന്നായിരുന്നു. കൂടെ തന്നെ നടക്കുന്നതാണ് 1859 ടൈപ്പിംഗ് റെബലിയൻ എന്ന് പറയുന്ന കാര്യങ്ങളും അതും ഇതൊക്കെ. പക്ഷെ യൂറോപ്യൻസ് മാത്രമല്ല ഇവര് കൊളോണിയലൈസ് ചെയ്തത്. നമ്മുടെ അപ്പുറത്ത് ഒരാളുണ്ടല്ലോ, ജപ്പാൻ. അതെ, യൂറോപ്യൻ ശക്തിയല്ല, നമ്മുടെ ഏഷ്യൻ ശക്തി തന്നെ. ജപ്പാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിർത്തിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളായി. പിന്നീട് അത് കോളനി വൽക്കരണത്തിലോട്ട് കടക്കുകയാണ്. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ജപ്പാനും ഒരു സൂപ്പർ പവർ ആവണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അമേരിക്കയും അവർ ചിക്കിച്ചകയാൻ പോയതാണ്. അപ്പോൾ തീർച്ചയായും ചൈനയും ഒരു ചിക്കിച്ചകഞ്ഞു. ചൈനയിലും കൊളോണിയലിസം നടത്തുകയുണ്ടായി ജപ്പാൻ. ഈ ടെറിട്ടറിക്ക് വേണ്ടിയുള്ള ഈ ബൗണ്ടറി സംബന്ധമായ തർക്കങ്ങളിലെ ജപ്പാനും ചൈനയും തമ്മിൽ, ഇതിനെ സിനോ ജാപ്പനീസ് വാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കാലം കടന്നുപോയി, ഇതാ 2ാം ലോക മഹായുദ്ധത്തിന്റെ കാലമെത്തി.
നമുക്കറിയാം ചൈനയും പങ്കെടുത്തിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ. ചൈന അമേരിക്കയുടെ അലയായിരുന്നു. തീർച്ചയായും അവർ തന്നെയാണ് ജയിച്ചത്. ആയതിനാൽ തന്നെ അതിന്റേതായുള്ള ബെനിഫിറ്റ് ചൈനയ്ക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഒരുപാട് സോൾജേഴ്സ് ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്, മരണപ്പെടുകയാണ് ഈ യുദ്ധത്തിന്റെ ഭാഗമായി. അപ്പോൾ ജപ്പാൻ ചൈനയിൽ നിന്ന് ഇങ്ങനെ ഉൾവലിയുകയാണ്. ജപ്പാൻ ആകപ്പാടെ തകർന്നിരിക്കുകയാണ് ആ രണ്ട് ഭൂം ഭൂം. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജപ്പാനിൽ നിന്ന് വിമോചിതനായി, അതേപോലെ തന്നെ യൂറോപ്യൻ ശക്തികളിൽ നിന്നും വിമോചിതനായിരിക്കുകയാണ് ഇപ്പോൾ ചൈന. ശാന്തം, നമ്മുടെ ഇന്ത്യയിൽ നടന്ന പോലെ പല രാജ്യങ്ങളിലും നടന്നതുപോലെ തന്നെ എല്ലാം ശാന്തമായ അവസരം. ഇനിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക, സുഖമായി ജീവിക്കുക. പക്ഷെ ഇവിടെ തീരുന്നില്ല ചൈനയുടെ പ്രശ്നങ്ങൾ. പിന്നീട് ഉണ്ടാവുകയാണ് അടുത്ത പ്രശ്നം, പൊളിറ്റിക്കൽ യുദ്ധം. ഇവിടെ നടക്കുന്നത് വേറൊന്നുമല്ല, ചൈനയിൽ രണ്ട് പാർട്ടികളുണ്ടായിരുന്നു. നമ്മൾ അറിയാവുന്നതുപോലെ തന്നെ ചൈനീസ് മാർക്സിസ്റ്റ് പാർട്ടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന, അതോടൊപ്പം തന്നെ നാഷണലിസ്റ്റ് പാർട്ടി KMT എന്ന് പറയുന്ന പാർട്ടിയും. ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള യുദ്ധമാണ് അധികാരത്തിന് വേണ്ടി. അത് സത്യത്തിൽ ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല, 1927 തുടങ്ങിയതാണ്. അതിപ്പോ 1949 വരെ നീണ്ടു നിൽക്കുന്നു. 49 ആയപ്പോഴത്തേക്ക് നടന്നു വേറൊന്നുമല്ല, നമ്മുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുകയാണ്. മറ്റുള്ളവര്, അതായത് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഇവിടുന്ന് ചൈനയിൽ നിന്ന് മാറി അപ്പുറത്തെ തൊട്ടടുത്തുള്ള ഒരു ദ്വീപില് ചെന്ന് ചേരുകയാണ്. ഈ ദ്വീപാണെന്ന് തായ്വാൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഈ കാലവും കഴിഞ്ഞ് ചൈനയുടെ ഭരണാധികാരികളായി വരികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിലവരുടെ ലീഡറാണ് മാവോ സെഡോങ്. അതെ, ഇനിയുള്ളത് മാവോ സെഡോങ്ങിന്റെ കാലം. ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പാണ്. തീർച്ചയായും മാവോ സെഡോങ് ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു. എങ്ങനെയാണോ ഹിറ്റ്ലർ ആയിരുന്നത്, എങ്ങനെയാണോ മുസോളിനി ആയിരുന്നത്, അതിന്റെ ഒരു വേറൊരു തലത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പ്, അതായത് സ്വേച്ഛാധിപത്യം. തീർച്ചയായും ഇദ്ദേഹത്തിനെ ഫേമസ് ആക്കിയ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ. നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ഇങ്ങനെയാണ്, 1958 നടന്നാണിത്. അത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് സാമ്പത്തികമായും സാമൂഹികമായും ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇദ്ദേഹം നടത്തിയ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഈ ഗ്രേറ്റ് ലീപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം നാട്ടിലേക്ക് ഇറങ്ങുകയാണ്, ഗ്രാമപ്രദേശങ്ങളിൽ ചെന്ന് അവിടെയുള്ള ആദ്യമേ തന്നെ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ, അതായത് സമീന്ദാർമാരെ പോലെ തന്നെ ലാൻഡ് ലോഡുകളുടെ കയ്യിൽ നിന്ന്, പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് സ്ഥലം വീതിച്ച് കർഷകർക്കായി കൊടുക്കുകയാണ്. എന്നാൽ കർഷകർക്കായി അല്ല, വാസ്തവത്തിൽ കർഷകർക്ക് കിട്ടുന്ന ഈ സ്ഥലങ്ങളെ കളക്റ്റീവ് ചെയ്ത് ഗവൺമെന്റിന് വേണ്ടിയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നതും. ഗവൺമെന്റ് പറയുന്ന ക്രോപ്പാണ്, ഗവൺമെന്റ് പറയുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഇവര് ഓരോന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും. ഗവൺമെന്റ് എപ്പോ ഇത് വിളവെടുക്കണമെന്ന് പറയുന്നു അപ്പൊ വിളവെടുക്കുന്ന ടൈപ്പില് മൊത്തം ഗവൺമെന്റ് തീരുമാനിക്കുന്ന രീതിയിൽ പോകുന്ന പാവകളെ പോലെയുള്ള ഫാർമറായി മാറുകയാണ് അവിടെയുള്ള ആളുകൾ. സ്വാഭാവികമായും ഇതിന്റെ അന്ത്യം സൃഷ്ടിച്ചത് ഒരു വലിയ ഫേമീനിലാണ്, വലിയ ക്ഷാമത്തിലാണ്, ഭക്ഷണ ദൗർലഭ്യത. കാരണം തീർച്ചയായും ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള രീതിയിൽ ഇങ്ങനെ ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് അതിന്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം വർക്കേഴ്സിന് തന്നെ, അതായത് ഫാർമേഴ്സിന് തന്നെ, കൃഷിക്കാർക്ക് തന്നെ എന്തിനെന്നറിയില്ല, അവർക്ക് ഒരു പ്രയോജനമില്ലാത്ത തരത്തിലുള്ള ഒരു ബോധമായിരിക്കും ഉള്ളത്. ഒരു ഇന്നോവേറ്റീവ് മൈൻഡിന് ഇവിടെ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യമില്ല. അവർക്ക് സ്വന്തമായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല. നേരിട്ട് ഗവൺമെന്റിലോട്ടെല്ലാം പോകുന്നു. ഇൻഡസ്ട്രിയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ, ഗവൺമെന്റിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ഇൻഡസ്ട്രി, അവിടെ മാനേജറിന്റെ കയ്യിലൊന്നും അല്ല എല്ലാം ഇരിക്കുന്നത്, എല്ലാം ഇരിക്കുന്ന ഗവൺമെന്റിന്റെ കയ്യിൽ. അവർ പറയുന്നത് എന്താണോ അതേപോലെ കേൾക്കണം, നടത്തണം. പിന്നെ കൂടുതലും നാട്ടിലുള്ള ആളുകൾക്ക് അവരുടേതായ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ നടത്തുക ഗവൺമെന്റിന് വേണ്ടി, അങ്ങനെയുള്ള ഒരു ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അതായത് സ്റ്റീൽ പ്രൊഡക്ഷൻ ആണ് മെയിൻലി. നമ്മുടെ അവിടെയുള്ള ഗ്രാമത്തിലുള്ള ഓരോ ആളുകളും അവരുടെ വീട്ടിൽ സ്വയമായിട്ട് ഇങ്ങനെ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുക, അതിനുള്ള ചെറിയ ചെറിയ പ്ലാന്റുകൾ ഓരോ വീട്ടിലും വെച്ചു കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റുകളിലൂടെ അവര് ഗവൺമെന്റിന് വേണ്ടി ഇങ്ങനെ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് അവരുടെ ആഗ്രഹത്തിലല്ല ഇവിടെ നിൽക്കുന്നത്, ഗവൺമെന്റിന്റെ ആഗ്രഹത്തിൽ ഇവർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അതായത് പ്രൈവറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്ന ഐഡിയ തന്നെ ഇവിടെ തുടച്ചു മാറ്റുകയാണ്. പ്രൈവറ്റ് ആയിട്ട് ആർക്കും ഒന്നുമില്ല, എല്ലാം ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ. അങ്ങനെ ഇവിടെ വരികയാണ് 1959 തൊട്ട് 61 വരെയുള്ള കാലയളവിൽ നമ്മൾ ലോകം അറിയപ്പെടുന്ന, ലോകത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ, ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു ക്ഷാമം, അതാണ് ദ ഗ്രേറ്റ് ചൈനീസ് ഫേമീൻ. പ്രൊഡക്ടിവിറ്റി താന്നു, പിന്നെ കൂടെ തന്നെ ക്ലൈമറ്റിന്റേതായ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ മാവോ സെഡോങ്ങിന്റെ മാർക്സിസ്റ്റ് ആയിട്ടുള്ള കൂടുതൽ ഇങ്ങനെയുള്ള ഓരോരോ നടപടികളും കാര്യങ്ങളും. പിന്നെ തീർന്നു, ആ ചൈനീസ് എക്കോണമി നന്നായിട്ട് ക്ഷയിച്ചു. ചൈനീസ് എക്കോണമി കുത്തനെ താഴ്ന്നു. ആളുകൾ കൂടുതൽ പട്ടിണിയായി, അവർക്ക് ഭക്ഷണമില്ലാതായി, കുറെ അധികം ആളുകൾ മരണത്തിന് ഇരയാവുകയാണ് ഉണ്ടായത്. എന്നും പറഞ്ഞ് ഞാൻ മാവോ സെഡോങ്ങിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയല്ല, പൂർണ്ണമായി അദ്ദേഹം ഒരു പൊട്ടനാണെന്ന് ഞാൻ പറയുകയല്ല.
അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളുണ്ട്. അതായത് വുമൺ എംപവർമെന്റിന് പുള്ളി ഒരുപാട് ഫോക്കസ് കൊടുത്തിരുന്നു. എഡ്യൂക്കേഷന്റെ കാര്യത്തിലും പുള്ളി ഫോക്കസ് കൊടുത്തിരുന്നു. വുമൺ എംപവർമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ റൈറ്റ് ടു ഡിവോഴ്സ് എന്ന് പറയുന്ന ആക്ട് അന്ന് തന്നെ 1960-കളിൽ 1970-ന്റെ കാലത്ത് തന്നെ അദ്ദേഹം ഈ ഒരു ലോ കൊണ്ടുവരികയാണ്. നമ്മുടെ ഇന്ത്യയിൽ എത്ര കാലം കഴിഞ്ഞാണത് വന്നതെന്ന് നിങ്ങൾക്കറിയാം. അറേഞ്ച്ഡ് മാരേജും ഫോഴ്സ്ഡ് ആയിട്ടുള്ള മാരേജും ഒക്കെ കൺട്രിയിൽ തീർച്ചയായിട്ടും ഇല്ലീഗലാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അതൊക്കെ കുറെയൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എങ്ങനെ പറയാതിരിക്കും മാവോ സെഡോങ്ങിന്റെ ഒരുപാട് പൊട്ടത്തരങ്ങൾ. അങ്ങനെ പറയണമെന്നില്ല, പക്ഷെ അങ്ങനെ പറയണമെന്ന് തോന്നുന്നു. കാരണം നടന്നത് വേറൊന്നുമല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാവോ ഫൂളിഷ്നെസ് ആണ്. സത്യത്തിൽ എന്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ കൃഷിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി, എന്തായാലും ഇപ്പൊ ക്ഷാമത്തിൽ നിൽക്കുകയാണ്, ആളുകൾ എല്ലാവരും വളരെ ദയനീയമായ അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. ഇതിനുള്ള ഒരു മാസ്റ്റർ ബ്രെയിനുമായിട്ട് മാവോ സെഡോങ് വരികയാണ്. വേറൊന്നുമല്ല, അവിടെ ഏറ്റവും വലിയ പ്രശ്നക്കാരാവുന്നത് ഈ പ്രൊഡക്ടിവിറ്റി, ഫുഡ് പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് സ്പാരോസ് ആണ്. അതായത് നമ്മുടെ ഇവിടെയുള്ള മാടത്തകളെ പോലെയുള്ള ഓരോരോ അവിടെയുള്ള ചൈനീസ് കിളികൾ. ഇത്തരം കിളികളാണ് ഇതിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്നത് എന്നുള്ള ബോധത്തിൽ ഇവരെല്ലാരും കൂടി കുരുവികളെ മൊത്തം കൊന്നൊടുക്കുകയാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് മനസ്സിലാക്കുന്നത് ഇതിന്റെ യഥാർത്ഥ കാരണം ഈ കിളികളല്ലായിരുന്നു. വാസ്തവത്തിൽ പ്രൊഡക്ടിവിറ്റി, ഫുഡ് പ്രൊഡക്ടിവിറ്റിയെ താത്തുന്നത് പ്രത്യേക തരത്തിലുള്ള കീടങ്ങളായിരുന്നു. അതായത് വണ്ടിനെ പോലെയുള്ള പ്രത്യേക കീടങ്ങളായിരുന്നു. ഈ കീടങ്ങൾ കാരണമാണ് ഫുഡ് പ്രൊഡക്ടിവിറ്റി നല്ലവണ്ണം കുറയുന്നത്, ക്രോപ്പുകൾ നശിക്കുന്നത്. വാസ്തവത്തിൽ ഈ കീടങ്ങളെ തിന്നുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഈ കുരുവികൾ. അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തെ തന്നെ ഇവര് അൺബാലൻസ്ഡ് ആക്കുകയാണ്, ഒരു ജൈവ വ്യവസ്ഥയെ തന്നെ ഇവര് മാറ്റിമറിക്കുകയാണ്. അപ്പോൾ കൂടുതലും സംഗതികൾ വഷളാവുക തന്നെയുള്ളൂ. നമുക്ക് പറയാം കൂണിന്മേൽ കുരു എന്ന് പറയുന്ന അവസ്ഥയില്ലേ, അത് തന്നെ. രണ്ടാമത്തെ കാര്യമാണ്, കുറച്ച് സ്കൂളുകളൊക്കെ, കുറച്ച് കോളേജും അതേപോലെ യൂണിവേഴ്സിറ്റി സ്കൂളൊക്കെ ഇവർ അടച്ചുപൂട്ടുകയാണ്. എന്നിട്ട് മാവോ സെഡോങ് പറയാണ്, നിങ്ങൾ ഫാർമേഴ്സിന്റെ അടുപ്പോ അവരുടെ ജീവിതം മനസ്സിലാക്കൂ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയൂ, അതൊക്കെ മനസ്സിലാക്കൂ, അതാണ് നല്ല വിദ്യാഭ്യാസം എന്നും പറഞ്ഞ് അങ്ങനെ കുറെയൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുകയുണ്ടായി. എന്നാൽ മാവോ സെഡോങ് ലീലകൾ ഇവിടെ തീരുന്നില്ല. വാസ്തവത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഇത്തരമുള്ള ഒരു സ്വേച്ഛാധിപത്യ നയങ്ങൾ, അത് തികച്ചും വിഡിത്തമാകുന്ന നയങ്ങൾ, ഇതിനെ കൂടുതൽ ഇതിന്റെ എതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് തീർച്ചയായും ഒരുപാട് ലീഡർമാർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ പലരും പൊന്തി വരികയാണ്. പക്ഷെ നമ്മുടെ മാവോ സെഡോങ് അടുത്ത പരിപാടിയും കൊണ്ടുവന്നു. അതാണ് കൾച്ചറൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൾച്ചറുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നല്ല നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ നടക്കുന്നത് വേറൊന്നുമല്ല, മാവോ സെഡോങ്ങിന്റെ അനുകൂലികളല്ലാത്ത, അതായത് ഇദ്ദേഹത്തിന്റെ ഓരോരോ അഭിപ്രായങ്ങളോട് വിയോജിപ്പ് കാണിക്കുന്ന ജനങ്ങളും അതേപോലെ തന്നെയുള്ള ലീഡർമാരും ഇവർക്കിട്ട് എല്ലാവർക്കും പണി കൊടുക്കുന്ന തരത്തിലുള്ള, അവരെ രാജ്യദ്രോഹി എന്നുള്ള രീതിയിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഇതിലൂടെ നടപടിയാക്കിയത്. അതായത് ഇതിൽ ആദ്യമേ വന്ന ഒരു കാര്യമാണ് റെഡ് ഗാർഡ്സ് എന്ന് പറയുന്നത്. ഇത് കോളേജ് സ്റ്റുഡൻസ് പോലുള്ള സ്റ്റുഡൻസിനെ കൊണ്ട് അവർ ചെയ്തതാണ്. വാസ്തവത്തിൽ റെഡ് ഗാർഡ്സ് എന്ന് വിളിക്കുന്ന വേറെ ഒന്നുകൊണ്ടല്ല, കയ്യിൽ ഒരു റെഡ് ബെൽറ്റ് പോലത്തെ സംഗതി ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു റെഡ് ബുക്കും അവരുടെ കയ്യിലുണ്ടാവും. മാവോ സെഡോങ്ങിന്റെ പ്രത്യേക കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോസ്റ്റ്യൂമായിട്ട് വരുന്ന ഈ വിദ്യാർത്ഥികൾ, പോലീസുകാരെ പോലെയുള്ള ഈ വിദ്യാർത്ഥികൾ സമൂഹത്തിൽ ആരൊക്കെയാണോ മാവോ സെഡോങ്ങിന്റെ ഐഡിയകളോട്, മാവോ സെഡോങ്ങിന്റെ ഓരോരോ ഗവൺമെന്റിന്റെ നീക്കങ്ങളോട് ആരാണോ വിയോജിപ്പ് കാണിക്കുന്നത്, മാറി നിൽക്കുന്നത്, അതിനെ കുറ്റപ്പെടുത്തുന്നത്, അവരെയൊക്കെ കണ്ടുപിടിക്കുക, അവരെ പരസ്യമായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യുക, പരസ്യമായിട്ട് നാണക്കെടുത്തുക, അതേപോലെ തന്നെ കൂടുതലും വയലൻസിലോട്ടും കടന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് മാവോ സെഡോങ് റെഡ് ഗാർഡ് എന്ന് പറയുന്ന ഇനിയൊരു ആശയം തന്നെ പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ എങ്ങനെ വന്നാലും ജനതയ്ക്കുള്ളിൽ ഒരു പ്രതിഷേധ ജ്വാല കൊണ്ടുവരും. ഇത്തരം തരത്തിലുള്ള നടപടിയും കൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും ജനതയ്ക്കുള്ളിൽ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. മാവോ സെഡോങ് ഇങ്ങനെ റെഡ് ഗാർഡ്സിനെ ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 50 മില്യൺ ആളുകളോളം ഈ മാവോ സെഡോങ് ലീലകളാൽ മരണപ്പെട്ടിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്. പിന്നീട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാവോ സെഡോങ് മരണമടയുകയാണ്. അപ്പോഴത്തേക്കും ചൈനയുടെ സ്ഥിതി വളരെ വഷളായിരുന്നു. ഇനി ആരാണ് അടുത്ത ലീഡർ, അടുത്ത ഭരണാധികാരി ആരാണ്? അതെ, അങ്ങനെ വരികയാണ് ഡിങ് ഷാവോപിങ്. ഇദ്ദേഹത്തിനെയാണ് ദ ഫാദർ ഓഫ് മോഡേൺ ചൈന എന്ന് പറയുന്നത്. ഡിങ് ഷാവോപിങ് വേറെ ആരുമല്ല, നേരത്തെ മാവോ സെഡോങ്ങിന്റെ ഓരോരോ ഐഡിയകളെ എതിർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഒരു ലീഡർ ആയിരുന്നു ഡിങ് ഷാവോപിങ്. ഇദ്ദേഹം നടത്തിയ കാര്യമാണ് ചൈനയെ ഇത്രയും വേഗം ഇത്രയും നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചത്. ഇദ്ദേഹം വന്ന പാടെ നടത്തിയത് ഒരു അയവാണ്. അതെ, ഗവൺമെന്റ് പോളിസികളിൽ നിന്നുള്ള അയവ്. ജനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം, സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അതിലൂടെ ഇന്നോവേഷൻ ഉണ്ടാവുകയാണ്. സ്വന്തമാണ് എന്നുള്ള ഒരു ബോധം ആളുകളിൽ ഉണ്ടാവുകയാണ്. കർഷകരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് കൂടുതലും ഗവൺമെന്റിലോട്ട് മൊത്തം കൊടുക്കുക എന്നുള്ള ഒരു രീതി മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൃഷി നിങ്ങൾക്ക് തന്നെ
തുടങ്ങാവുന്നതാണ്. അതിൽ നിന്നൊരു നിശ്ചിത ഭാഗം ഗവൺമെന്റിന് നൽകുക, ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് സ്വയമേ ബിസിനസ് നടത്തി അതിന്റെ സെയിൽ ചെയ്ത് നിങ്ങൾക്ക് ഉള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു നടപടിയായിരുന്നു ഡിങ് ഷോപ്പിംഗ് എടുത്തിരുന്നത്. ആയതിനാൽ തന്നെ ആളുകൾക്ക് കൂടുതലും വർക്ക് ചെയ്യണമെന്നുള്ള ഒരു മോഹമുണ്ടായി. ചൈനീസ് എക്കോണമി ഇത്തിരിയും കൂടെ വിപുലമാവുകയാണ്. ഫാക്ടറികളിൽ ഗവൺമെന്റിനുണ്ടായിരുന്ന പൂർവ്വ അധികാരം മാറ്റി ഫാക്ടറി മാനേജർമാർക്ക് ആ അധികാരം ലഭിക്കുകയാണ്. പിന്നീട് വരുന്നതാണ് എഡ്യൂക്കേഷണൽ റവല്യൂഷൻ. അതെ, 1986 ഇത് നടക്കുന്നത്. കമ്പൽസറി ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളതുമായിട്ടുള്ള എഡ്യൂക്കേഷൻ 9 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും ലഭിക്കണം എന്നുള്ള ആശയമായിരുന്നു ഇത്. നമുക്ക് ഇന്ത്യയിലും ഉണ്ടായി ഇതേ ഒരു ആശയം. ഇത് വന്നത് 2009 ആലോചിക്കണം. ഇവിടെ നടക്കുന്നത് ഇത് 1986 എഡ്യൂക്കേഷന് ഈ ഗവൺമെന്റ് കൊടുത്ത പ്രാധാന്യം വളരെ വലുതായിരുന്നു. അത് അവരുടെ ലിറ്ററസി റേറ്റ് നേരത്തെ 62% മാത്രം ലിറ്ററസി റേറ്റ് ആയിരുന്നു 1982. അത് 2010 ആയപ്പോഴത്തേക്കും 95% മാറുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇന്നും ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 74, 76 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അന്ന് തന്നെ 95% ലിറ്ററസി റേറ്റ് ഉണ്ടാക്കി എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കൂടെ തന്നെ വിദ്യാഭ്യാസ രീതിയിൽ ടെക്നിക്കൽ വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ജോലി അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അതിനൊക്കെ ഉള്ള ഒരു പ്രാധാന്യം ഉയർത്തുകയാണ്. കൂടുതലും ടെക്നോളജിയിലോട്ടുള്ള ആഭിമുഖ്യം കാണിക്കുക. അതോടൊപ്പം തന്നെ കൂടുതലും ഇവിടെയുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡസ്ട്രി കൂടുതൽ വളർത്താൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള മനോഹരമായ കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. കൂടെ തന്നെ വില്ലേജുകളുടേതായിട്ടുള്ള ഓരോരോ ബിസിനസ്സുകൾ, അതിലൊരു പറയുന്ന TVE എന്നാണ്. നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീ ഇല്ലേ, കുടുംബശ്രീയൊക്കെ പോലെ കുടുംബശ്രീ ഒരു കൂട്ടം ആളുകളുടെ അതിന്റെ രീതിയിലായിട്ട് അവരൊരു ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുക്കുന്നു, അങ്ങനെയുള്ള രീതിയാണ്. ഇതേപോലെ ഗ്രാമങ്ങളുടേതായിട്ട് അങ്ങനെയുള്ള വലിയ സ്ഥലങ്ങളുടേതായിട്ട് മെയിൻ ആയിട്ടുള്ള ഓരോരോ ബിസിനസ് നടത്തുക. അത് നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ അങ്ങനെയുള്ള ഒരു സാധനമായിരുന്നു TVE എന്ന് പറയുന്നത്. ഇങ്ങനെ TVE കാരണം ഓരോരോ സ്ഥലങ്ങളും ഓരോയുള്ള വില്ലേജുകളും സിറ്റികളെ പോലെ തന്നെ ഒരേപോലെ വളരുകയാണ്. അതായത് വളരെ വലിയൊരു ഡിഫറൻസ് കാണുന്നില്ല ഈ രണ്ട് സ്ഥലങ്ങളിലെയും റൂറൽ അർബൻ ഏരിയകളിലെ സാമ്പത്തികമായുള്ള കാര്യങ്ങളിൽ വളരെ വ്യത്യാസം കാണുന്നില്ല. പിന്നീട് നമുക്ക് കാണാനാവുന്നതാണ് ഒരുപാട് ഇതേപോലെ ഉണ്ടായ TVEകൾ വളർന്ന് വിപുലമായി ചൈനയിൽ മാത്രം ഒതുങ്ങാതെ അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടക്കുകയും കൂടുതലും കച്ചവടങ്ങൾ നടത്തുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതായത് ഷൂ കമ്പനികൾ, അതേപോലെ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇന്റർനാഷണൽ ഗ്ലോബലൈസേഷനെ ഊട്ടിയുറപ്പിക്കുവാനായി ഓപ്പൺ ഡോർ പോളിസി ചൈനയിൽ തുടങ്ങുകയാണ്. ഇതെന്ന് പറയാൻ നേരത്തെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ചൈനയിൽ യഥേഷ്ടം വരാനും അവരുടെ ബിസിനസ് തുടങ്ങാനുമുള്ള സ്വാതന്ത്ര്യമാണ്. അങ്ങനെ തുടങ്ങിയതിനാൽ തന്നെ ചൈനയ്ക്കും അതിൽ നിന്ന് മെച്ചമുണ്ടാവുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഇത് നടക്കുന്നത് ഈ അടുത്ത കാലത്താണ്. മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ഓപ്പൺ ഡോർ പോളിസി ഇന്ത്യയിൽ വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും അന്താരാഷ്ട്ര ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മാനുഫാക്ചറിങ് ചൈനയിൽ കാണുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ഐഫോൺ മേടിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മാനുഫാക്ചറിങ് അമേരിക്കയിലുള്ളതല്ല നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ ലഭിക്കുന്നത് മെയിൻ ആയിട്ട് ചൈനയിൽ നിന്ന് ഉള്ള അവിടെ ചൈനീസ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഐഫോണുകളാണ്. ഡിങ് ഷോപ്പിംഗ് തീർച്ചയായും ചൈനയെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരിക തന്നെയായിരുന്നു. ആ താഴേക്കിടയിൽ നിന്ന് മേളിലേക്ക് ഇന്നത്തെ ലെവലിലോട്ട് എത്തിയതിൽ വളരെയധികം പങ്കുവഹിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഓരോരോ സമ്പ്രദായങ്ങളാണ്. പെർ ക്യാപിറ്റ GDP ചൈനയുടെ 1990കളുടെ കാലം നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെക്കാളും വളരെ കുറവായിരുന്നു. എന്നാൽ ഏകദേശം ഇപ്പോൾ അത് 6 മടങ്ങോളം ഇന്ത്യയെക്കാളും കൂടുതലാണ്. അടിത്തറയെ പുഷ്ടിപ്പെടുത്തുക, എന്നിട്ട് മേളിലേക്ക് കെട്ടിപ്പൊക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ഒരു വലിയ ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള മഹാസന്ദേശമാണ് ഇദ്ദേഹം കാണിച്ചു തന്നത്. ഒരു ഭരണാധികാരിക്ക് വേണമെങ്കിൽ രാജ്യത്തെ നശ്വര നാശത്തിലേക്ക് തള്ളിവിടാൻ കഴിയുമെന്നും ആ നശ്വര നാശത്തിൽ നിന്ന് വേണമെങ്കിൽ അതിനെ വാനോളം ഉയർത്താൻ കഴിയും എന്നുമുള്ള കാര്യം ഇവിടെ ഒരു ഗുണപാഠമായി ഇവർ രണ്ടുപേരും പഠിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈനയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും ടോപ്പായുള്ള സെക്കൻഡ് എക്കോണമിയാണ്. ചൈനയുടെ GDP എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വെച്ച് നോക്കാൻ നേരത്തെ ഏകദേശം 5-6 മടങ്ങ് കൂടുതലാണെന്നറിയാം. ഇതിന്റെ 6% ചൈന ചെലവഴിക്കുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയാണ്, എഡ്യൂക്കേഷൻ സെക്ടറിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ 2024 നമ്മുടെ ഈ അടുത്തിടെ ബഡ്ജറ്റ് വന്നിരുന്നു. അതിന്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഏകദേശം 3% നമ്മുടെ GDPയുടേത് നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കുന്നത്. വാസ്തവത്തിൽ റിസർച്ചേഴ്സ് പറയുന്നത്, അതേപോലെ തന്നെ ഈ ഫീൽഡിൽ പ്രബലരായിട്ടുള്ളവർ പറയുന്നത് ഏകദേശം ഇന്ത്യക്ക് 6% ഇതിന് കൊടുക്കണം എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് അതിലോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. അത് ഒരു വേദനാജനകമായ കാര്യമാണ്. എന്നാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ് ഇന്ത്യ ഗ്രോവിംഗ് ആണ്. ഇന്ത്യ ഇതിനെ ഓരോരോ പ്രാവശ്യവും കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരിക തന്നെയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഡിങ് ഷോപ്പിങ്ങിന് ചൈനയെ തീർച്ചയായും ഒരു ഡെമോക്രസിയാക്കി മാറ്റാമായിരുന്നു. പക്ഷെ അദ്ദേഹവും
ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഒരു സ്വേച്ഛാധിപതി തന്നെയായിരുന്നു, ഒരു ഡിക്റ്റേറ്റർ തന്നെയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ചൈനീസ് പ്രസിഡന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഷീ ജിൻപിങ്, അദ്ദേഹത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹവും ഏകദേശം ഒരു ഡിക്റ്റേറ്റർ ടൈപ്പാണ്. അദ്ദേഹത്തിന്റെ ഓരോരോ നടപടികൾ കാരണം, ഈ സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള നടപടി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. കൊറോണ കാലം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ തന്നെ ചൈനയിൽ ഒരുപാട് ആളുകൾ ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ സൂപ്പർ പവർ ആവുക എന്നുള്ള ആ ഒരു ശക്തിയെ വിലക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ തന്നെ ഇത്തരം ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു നേഷനിൽ പോകാൻ പലരും കൊതിക്കും. എന്നാലും ചൈനയിലെ ഈ ഗവൺമെന്റിന്റെ ഈ പോളിസികളും ഗവൺമെന്റിന്റെ ഈ നയങ്ങളും കാരണം തന്നെ കൂടുതൽ ആൾക്കാരും അങ്ങോട്ട് പോകാൻ കൂടുതലും താല്പര്യപ്പെടുന്നില്ല. രണ്ടാമത്തെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻവയൺമെന്റിലെ പൊല്യൂഷൻ ആണ്. ചൈന എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിയെ ദൂഷ്യകരമാക്കുന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ എമിഷൻ ഉള്ള ഒരു രാജ്യമാണ്. അത് ഒരു പ്രശ്നമാണ്. പിന്നീടുള്ളതാണ് പോപ്പുലേഷൻ ക്രൈസിസ്. പോപ്പുലേഷൻ നമുക്കറിയാം, ഇത്രയും നാള് ചൈനയായിരുന്നു നമ്പർ 1 ആയിട്ട് നിന്നിരുന്നത് പോപ്പുലേഷന്റെ കാര്യത്തിൽ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ കയറിയിരിക്കുകയാണ്. ചൈന എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ കുറച്ചതെന്നറിയണ്ടേ? ഇത് വേറൊന്നുമല്ല, ചൈനയിൽ ഒരു പ്രത്യേക ഒരു ലോ വന്നു എന്ന് പറയുന്നിടത്ത് ഏകദേശം ഒരു 10 പതിറ്റാണ്ടോളമൊക്കെ അത് നിന്നുള്ളൂ. ഈ ലോ പറയുന്നത് വേറൊന്നുമല്ല, ചൈനയിലെ ജനതയ്ക്ക് ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. അതായത് ചൈനയിലെ ഒരു കപ്പിളിന് ഒരു കുട്ടിയെ പാടുള്ളൂ എന്നുള്ള കാര്യമാണ്. ഇതിലൂടെ നേരെ പകുതിയാക്കി പോപ്പുലേഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ അവര് ആ ഒരു പോളിസി ഉണ്ടാക്കി. അതിന്റെ പ്രശ്നങ്ങൾ കാരണം എന്തായാലും ഒരു 10 പതിറ്റാണ്ടോളം നിന്നുള്ളൂ. എന്നാലും ഈ ഒരു മെന്റാലിറ്റി പെട്ടെന്ന് മാറില്ലല്ലോ. ഓൾഡ് ഹാബിറ്റ്സ് അങ്ങനെ പെട്ടെന്ന് മാറുന്നതല്ലല്ലോ. അതിൽ തന്നെ ഇപ്പോഴും ഇതേപോലെ ചൈനീസ് കുടുംബങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കുട്ടിയായിരിക്കും നമ്മൾ പൊതുവെ കാണാറുള്ളത്. അത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്, കാരണം പോപ്പുലേഷൻ നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും. പക്ഷെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ വരാൻ നേരത്ത് ഇനി ഒരു സമയത്ത് നടക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ കൂടുതലും വൃദ്ധരായിരിക്കും ചൈനയിലുള്ളത്. കാരണം കുട്ടികൾ കുറച്ചേ ഉണ്ടാവുന്നുള്ളൂ, വയസ്സായവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയാകുമ്പോൾ കൂടുതലും വൃദ്ധരായിരിക്കും. അതായത് വർക്കിംഗ് ഫോഴ്സ് കുറയുകയാണ്. ഇങ്ങനെ കുറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ചൈനയ്ക്ക് ഉണ്ടാവുക. അതൊരു വിലങ്ങുതടിയായി ഇവിടെ തന്നെ നിൽക്കുന്നു. അതും ചൈനയെ സൂപ്പർ പവർ ആവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിടിച്ച് വലിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും നമുക്ക് ഇന്നും പറയാൻ പറ്റുന്ന കാര്യമാണ്, ചൈന ഒരു ഡെമോക്രസിയിലോട്ട് തിരിയുകയാണെങ്കിൽ ചൈനയ്ക്ക് തീർച്ചയായിട്ടും ഒരു സൂപ്പർ പവർ ആവാൻ കഴിയുമെന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ചൈനയിലെ ഗവൺമെന്റ് കംപ്ലീറ്റ് സോഷ്യലിസത്തിൽ നിന്ന് മാറി കൂടുതലും ക്യാപിറ്റലിസത്തിലേക്ക് കമ്പനികൾക്കും അതേപോലെ തന്നെ ഇൻഡസ്ട്രികൾക്കും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ്. ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്കോണമിയിലോട്ട് ഒരു ചായ്വ് കാണിക്കുന്നുണ്ട്. ഇത് ഒരു നല്ല കാര്യമാവാം ചൈനയെ കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്തിക്കാനുള്ളത്. കൂടെ തന്നെ ഇത്തരം സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഓരോ ഗവൺമെന്റ് പോളിസികൾ കുറയുന്നത് എന്നാണോ അന്ന് ചൈനയിലേക്ക് കൂടുതൽ ആളുകൾ ആകൃഷ്ടരാവുകയും കൂടുതലും ചൈനയ്ക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും ചൈന എന്ന് പറയുന്നത് ഒരു പവർഫുൾ കൺട്രിയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ ചൈനയും ഇന്ത്യയും വെച്ച് ഞാൻ പറഞ്ഞു. അതിൽ ഇന്ത്യ ഞാൻ ഒരിക്കലും താത്തി പറയുകയല്ല. ലോകത്ത് ഏറ്റവും പവർഫുൾ ആവാനുള്ള, അതായത് സൂപ്പർ പവർ ആവാനുള്ള സാധ്യതയുള്ള രാജ്യങ്ങളിൽ ആദ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൂപ്പർ പവർ ആന്ന് പറയുന്നു, രണ്ടാമത് ചൈന പറയുന്നു, മൂന്നാമത് ഒരാളുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിട്ടാണ് പലരും പറയുന്നത്, പല വിദഗ്ധരും പറയുന്നത്. കാരണം ഇന്ത്യയുടെ ഗ്രോത്തും വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. ഇപ്പോൾ വളരെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ആയിട്ടുള്ള എക്കോണമിയാണ് നമുക്ക് പോപ്പുലേഷൻ കൂടുതലുണ്ട്, നമുക്ക് അതേപോലെ വർക്കിംഗ് ഫോഴ്സും ഉണ്ട്. പിന്നെ കൂടുതൽ ആളുകൾ പല പല രാജ്യങ്ങളിലും പോയി പണിയെടുക്കുന്നു. കേരളത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ ലിറ്ററസി കുറവാണെങ്കിലും കേരളത്തിലെ ലിറ്ററസി ഏകദേശം 93 2011 സെൻസസ് പ്രകാരം. ഇനി വരുന്ന സെൻസസ് പ്രകാരം വരിക തീർച്ചയായിട്ടും 98-99 എത്തുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ. ആ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ കേരളത്തിനെ പോലെ ഇന്ത്യ മൊത്തം ആവുകയാണെങ്കിൽ തന്നെ വളരെ വലിയൊരു മാറ്റമായിരിക്കും ഉണ്ടാവുക. ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് ഇന്ത്യയുടെ പ്രതിസന്ധികൾ, എന്തൊക്കെ നമ്മൾ മാറ്റണം, എങ്ങനെ പോയാൽ നമുക്ക് സൂപ്പർ പവർ ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും ആളുകൾ പറയുന്നത് ഇന്ത്യക്ക് അങ്ങനെ ഒരു മോഹമില്ല എന്നാണ്. ഇന്ത്യക്ക് ഒരു സൂപ്പർ പവർ ആവണമെന്നുള്ളൊരു മോഹമില്ല, അതൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തുള്ള ആളുകളുടെ ഒരു പൊതുവെയുള്ള ഒരു വിശകലനം. എങ്ങനെയാണെങ്കിലും നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം മാത്രം. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.